ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരടിപൊളി മാങ്ങഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, കുറച്ച് മതി കേട്ടോ ഇതൊക്കെ. പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം, ശർക്കരപ്പാനി വേണം, പിന്നെ നമ്മളെ മെയിൻ ഐറ്റം സുർക്ക അല്ലാതെ എന്താ അച്ചാറില്ലേ. പിന്നെ ഉപ്പ്, അച്ചാർ പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരിൻ്റെ പൊടി വേണം കേട്ടോ. ഇത്രയും പൊടികൾ വേണം കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ എത്രയാണോ മാങ്ങഞ്ചി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ. നല്ല ചെമ്പ് വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇല്ലാത്തവർ എന്ത് ഓയിൽ എടുത്താലും മതി, പക്ഷേ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കൂടുതൽ കാലം വെക്കാൻ കഴിയും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നല്ലോണം എണ്ണ ചൂടായതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്നും കൂടുതൽ ഇതാവേണ്ട ആവശ്യമില്ല കേട്ടോ, മൂക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. കൂടുതലായിട്ട് ഒരു മുരിഞ്ഞ ഇതിൽ പോലെ ആവണ്ട. ഒന്ന് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണേ പൊടി ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട്. എല്ലാ പൊടികളും ഇടട്ടോ. നമ്മൾ കാണിച്ച എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ടാൽ നല്ലോണം ഫ്ലെയിം കുറച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് എല്ലാ പൊടികളും ഇതിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ പൊടികൾ ഇട്ടതിന് ശേഷം നമ്മൾ മാങ്ങഞ്ചി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ശർക്കരപ്പാനി യൂസ് ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിന് പകരം ശർക്കരപ്പാനി ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. നല്ല ഇളക്കിയതിന് ശേഷം നമ്മളെ മെയിൻ സാധനം ഒഴിക്കാൻ മറന്നു പോയതല്ല, ഈ ടൈമാകുമ്പോൾ ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ സുറുക്ക നല്ലോണം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൂടി വെക്കുക കേട്ടോ. ആ മൂടി വെച്ച ആവിയിൽ നിന്ന് ആ ഇഞ്ചി വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ വെന്ത് നല്ലോണം തണുത്തതിന് ശേഷം എടുത്ത് നോക്കണം. തണുത്തതിന് ശേഷമുള്ളതാണ് ഇത്. നല്ല കുഴമ്പായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഉണങ്ങിയ ഒരു കുപ്പിയിൽ നല്ലോണം എടുത്ത് വെച്ചാൽ കുറേ ദിവസം കെടുക്കും കേട്ടോ. ഒരു 6 മാസമെങ്കിലും കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചീൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വീഡിയോയും വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ്.